വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ സീരീസിലെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിവാഹ ജീവിതത്തിൻ്റെ 3 പില്ലേഴ്സ്, അതിൽ 2 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ഒന്ന് സ്നേഹവും വിശ്വാസ്യതയുമായിരുന്നെങ്കിൽ മറ്റൊന്നുള്ള ആശയവിനിമയമായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പില്ലേഴ്സിലൊന്നെന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ്. ഈ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. കമ്മിറ്റ്മെൻറ്റ് അഥവാ പ്രതിബദ്ധത ജീവിതയാത്രയിൽ ഇടയ്ക്ക് പേമാരിയും കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ശക്തമായിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രതിബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സ്. എന്താണ് പ്രതിബദ്ധത, എന്താണ്, എങ്ങനെയാണത് വളർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ജീവിതയാത്രയിൽ നേരിടുന്ന പേമാരിയും കൊടുങ്കാറ്റും അവിടെയൊക്കെ നമ്മളെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളൊന്നാണ് കമ്മിറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രതിബദ്ധത. കമ്മിറ്റ്മെൻറ്റ് ഒരു ചോയ്സാണ്. ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് കമ്മിറ്റ്മെൻറ്റ്സ്. എന്താണ് കമ്മിറ്റ്മെൻ്റ് എന്നും എങ്ങനെയാണത് പരിപോഷിപ്പിക്കേണ്ടതെന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. 2 വ്യക്തികളുടെ യാത്രയിൽ അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്ലൂ ആണ് ഈ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ലോയൽറ്റി അല്ലെ ഡെഡിക്കേഷൻ, ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴുള്ള വിശ്വസ്തത, ഇതൊക്കെയാണ് കമ്മിറ്റ്മെൻ്റ് എന്ന വാക്കിലൂടെ വിവാഹ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാർട്ണറിലും നമ്മുടെ ബന്ധത്തിലും നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാലൊരു തെറ്റിദ്ധാരണയുള്ളത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ട്രാപ്പിലായിപ്പോയി അല്ലെങ്കിൽ ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ എന്നല്ല. പലപ്പോഴും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ട്രാപ്പിലായെന്നോ അല്ലെങ്കിൽ ഫ്രീഡം ഇല്ലാതായെന്നോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ഇല്ലാതാവുകയും ട്രാപ്പിലാകുകയുമല്ല. കമ്മിറ്റ്മെൻറ്റിന് എന്താണ് ഇത്ര പ്രാധാന്യം? ജീവിതം, അതിൻ്റെ യാത്ര എപ്പോഴും മനോഹരമായിരിക്കണം എന്ന് നിർബന്ധമില്ല. പലതരം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നേക്കാം. അത് സാമ്പത്തികമാകാം, ആരോഗ്യപരമാകാം, മറ്റു പലതുമാകാം. അവിടെയൊക്കെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന, പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു ഘടകം വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നെങ്കിൽ ജീവിതയാത്ര കുറച്ചുകൂടെ സുഗമമായിരിക്കും. താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതയാത്രയെ, ദീർഘദൂര യാത്രയെ ബാധിക്കാതിരിക്കാൻ കഴിയണമെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൂടിയേ പറ്റും. ഇനി നമുക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് പ്രതിബദ്ധത എങ്ങനെ വളർത്താം, എങ്ങനെ അതിനെ നറിഷ് ചെയ്യാം എന്ന് നോക്കാം. സെറ്റ് ദ ലൈഫ് ഗോൾ ടുഗദർ. ഒരുമിച്ച് ജീവിതത്തിലെ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഒരേപോലെ യാത്ര ചെയ്യുമ്പോൾ 2 പേരും വ്യത്യസ്ത ഗോളുകളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശുഭകരമായ ഒരു യാത്രയായിരിക്കില്ല. അതുകൊണ്ട് ഒരേപോലുള്ള ഗോളുകൾ ഒരുമിച്ച് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. സെലിബ്രേറ്റ് മൈൽ സ്റ്റോൺസ്. ചെറിയ ചെറിയ ആഘോഷങ്ങൾ, ചെറിയ ചെറിയ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ, അതൊക്കെ ആഘോഷമാക്കുക. അതൊരു ബർത്ത്ഡേ ആവാം, ഒരു വിവാഹ വാർഷികമാകാം. അത് ഒരുമിച്ച് ആഘോഷിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് കൂടുതൽ നറിഷ് ചെയ്യാൻ സാധിക്കും. ഇൻവെസ്റ്റ് ടൈം ആൻഡ് എനർജി. പാർട്ണറുമായിട്ടുള്ള ബന്ധത്തിലും സമയം ഇൻവെസ്റ്റ് ചെയ്യുക, ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ കമ്മിറ്റ്മെൻറ്റിനെ കൂടുതൽ നറിഷ് ചെയ്യാൻ സഹായിക്കും. ബിൽഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം. അത് സൗഹൃദവും സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ ആയിട്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം വാർത്തെടുക്കുക. അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റ്മെൻറ്റ് നമ്മൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാം, നറിഷ് ചെയ്യാം. പ്രാക്ടീസ് ഫോർഗിവ്നെസ്. നമുക്കറിയാം, ആരും പെർഫെക്റ്റ് അല്ല. ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ക്ഷമയോടുകൂടി നമ്മൾ കണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സോ പ്രാക്ടീസ് ഫോർഗിവ്നെസ് തീർച്ചയായിട്ടും കമ്മിറ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കും. കമ്മിറ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. എന്നാൽ നമ്മൾ ഈ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കാതെ വരിക, ചിലപ്പോഴൊക്കെ സംഭാഷണങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥ,
വിശ്വാസ്യത ഇല്ലാതെ വരിക, അത് വൈകാരികമായിട്ടോ ശാരീരികമായിട്ടോ അറ്റാച്ച്മെൻറ്റിന് പകരം ഡിറ്റാച്ച്മെൻ്റായി പോവുക, വല്ലാത്ത അകൽച്ച ഫീൽ ചെയ്യുക. ഈ സിഗ്നലുകളൊക്കെ കാണുന്നെങ്കിൽ പാനിക്കാവണ്ട, പക്ഷേ അവഗണിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഒരു ഓപ്പൺ കോൺവെർസേഷൻ നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ്. ശക്തമായ വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകം ആണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രതിബദ്ധത എന്ന് പറയുന്നത് ഏതൊരു ബന്ധത്തിൻ്റെയും ഹൃദയമാണ്. പ്രതിബദ്ധത നമ്മളുടെ സെലക്ഷനാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. സങ്കടങ്ങളും സന്തോഷവും ഇടകലർന്ന ജീവിതത്തിൽ നമ്മളുടെ സെലക്ഷനാണ് പ്രതിബദ്ധത. പ്രതിബദ്ധരായിരിക്കുക, കൂടുതൽ ജീവിതം ഊഷ്മളമായിരിക്കുക എന്ന് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ശ്രദ്ധയോടെ കേട്ടതിനും കണ്ടതിനും നന്ദി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹത്തോടെ പ്രതിബദ്ധതയോടെ മുന്നോട്ട് പോകാം.